ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഓലൻ ഇന്നുണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുമ്പളങ്ങയും വൻപയറുമാണ്. കുമ്പളങ്ങ തന്നെ ഇട്ട് വേണമെങ്കിലും ഓലൻ ഉണ്ടാക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ട് ഓലൻ ഉണ്ടാക്കുന്നവരുമുണ്ട്. ഞാനിവിടെ വൻപയറും കുമ്പളങ്ങയും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ് ഇത്. വൻപയർ വെച്ച് ഉണ്ടാക്കുമ്പോൾ 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കുതിർത്ത് വെച്ച 1 കപ്പ് വൻപയറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. മൺചട്ടിയിലാണ് സാധാരണ ഓലൻ ഉണ്ടാക്കുന്നത്. പയർ മാത്രം ഞാൻ ഈ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് കുറച്ച് സേവ് ചെയ്യാലോ എന്നോർത്തു. ഈ സമയം കുമ്പളങ്ങ എടുത്ത് അരിഞ്ഞു വയ്ക്കാം. കുരുവിൽ ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം, അധികം മൂത്താൽ കട്ടിയായിട്ടിരിക്കും കുരു. ഇനി ഇതിൻ്റെ പച്ചത്തൊലി നന്നായി കളയുക. ഇനി ഇതിൻ്റെ ഈ അകത്തെ ഭാഗം നീക്കം ചെയ്യുക. കുമ്പളങ്ങയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കാം. ഓലന് സാധാരണ നീളത്തിലാണ് അരിയുന്നത്. പിന്നെ ചതുരത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. തീരെ കനം കുറഞ്ഞുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയിലുമല്ല. ഈ ഒരു വിരലിൻ്റെ പകുതി നീളത്തിലാണ് ഞാൻ അരിയുന്നത്. പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വയ്ക്കാം. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. കുമ്പളങ്ങയിൽ തന്നെ വെള്ളമുണ്ടല്ലോ. 3 പച്ചമുളക് നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞിടുക. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. ഓലന് വേറെ ഒന്നും എരിവിനായി ചേർക്കുന്നില്ല. ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കുക. 1 തണ്ട് ഫ്രഷ് കരിവേപ്പില ചേർക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കാം. നല്ല വിളഞ്ഞ ഒരു വലിയ തേങ്ങയാണ് ഞാൻ അതിനായി എടുത്തിരിക്കുന്നത്. ചിരണ്ടി തേങ്ങയുടെ വെളുത്ത ഭാഗം എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ ഓലൻ റെഡിയാക്കുമ്പോൾ നല്ല നിറത്തിലിരിക്കുകയുള്ളൂ. ഞാൻ ഇതിനായി ഒരു 4.5 പിടി തേങ്ങയാണ് എടുത്തത്. അതായത് ഒരു വലിയ തേങ്ങയുടെ 1/4 ഭാഗമുണ്ട്. തനിപ്പാൽ അഥവാ 1-ാം പാൽ എടുക്കാൻ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മി പിഴിഞ്ഞെടുക്കുക. ഇത് അരിപ്പയിലേക്ക് മാറ്റി നന്നായി പിഴിഞ്ഞെടുക്കുക. അരിപ്പയിൽ അരിച്ചെടുത്തപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസോളം ഉണ്ട് 1-ാം പാൽ. ഇനി നമുക്ക് 2-ാം പാൽ വേണം. അതിനായി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് നന്നായി ഇതുപോലെ തന്നെ പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുക്കുക. ഓലന് നമ്മൾ 1-ാം പാലും 2-ാം പാലും എടുക്കാറുള്ളൂ. പായസത്തിനൊക്കെ ആണെങ്കിൽ 3-ാം പാലും എടുക്കാറുണ്ട്.
രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം പറ്റണം. ഒരു ട്രാൻസ്പെറൻറ്റ് ഫീല് തോന്നും നമുക്ക് കാണുമ്പോൾ. വെന്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെന്ത കുമ്പളങ്ങയുടെ കഷ്ണത്തിൽ നിന്ന് ഒരു 5-6 എണ്ണം എടുത്ത് മാറ്റി വയ്ക്കുക. അത് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഓണസദ്യയിൽ ഓലൻ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഒട്ടും ഒഴുകി പോകരുതല്ലോ. നല്ലൊരു കുറുകിയ ഭാവത്തിൽ വേണം ഉണ്ടാകാൻ. അതിനുവേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ കുറച്ചെടുത്ത് ഉടച്ചെടുക്കുന്നത്. കുമ്പളങ്ങിയിലെ വെള്ളമെല്ലാം പറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയർക്കൂട് ചേർക്കുക. ലേശം വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ പറ്റട്ടെ. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുന്ന ആ കറുത്ത ഭാഗം ഒഴിക്കണ്ട കേട്ടോ. അതൊഴിച്ചാൽ നമ്മുടെ കറിയുടെ വെളുപ്പ് നിറം നഷ്ടമാവും. ഈ സമയം ഉപ്പ് നോക്കുക. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന കുമ്പളങ്ങിയുടെ കഷ്ണങ്ങൾ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 5-6 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തനിപ്പാൽ ഈ സമയം ഒഴിക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. രണ്ട് തണ്ട് കറിവേപ്പില നല്ലവണ്ണം പിച്ചി അതിലേക്കിട്ട് അന്നേരം തന്നെ മൂടി വയ്ക്കണം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതായത് നമ്മുടെ പച്ച വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെതും കരിവേപ്പിലയുടെയും എല്ലാം കൂടെ നല്ലൊരു വാസനയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 5-6 മിനിറ്റ് ഇനി മൂടി വയ്ക്കുക. 6 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നമ്മുടെ ഓരൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത രുചികരമായ ഓലൻ റെഡിയായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഓണത്തിൻ്റെ ദിവസം തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കേ. താങ്ക് യു.